തമിഴ്നാട്ടിൽ നിന്നാണ്. വിജയ് സർക്കാർ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 17 ഒരു ഉത്തരവിറക്കി. അതായത് ഇടത് CJP പരിപാടികളിലൊക്കെ വിദ്യാർത്ഥികളെ വിലക്കണമെന്ന്, സമരപരിപാടികളിലൊക്കെ വിദ്യാർത്ഥികളെ വിലക്കണമെന്നുള്ള ഉത്തരവായിരുന്നത്. ആ ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്, പോലീസിനുണ്ട്, ജില്ലാ ഭരണകൂടത്തിനൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ വലിയ വിമർശനങ്ങൾ വരികയും ആ ഉത്തരവ് വിജയ് സർക്കാരിന് പിൻവലിക്കേണ്ടി വരികയും ചെയ്തു. വിജയ് BJPയെ എതിർക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു വലതുപക്ഷ സ്വാധീനം അദ്ദേഹത്തിനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണോ ഈ ഉത്തരവ്? അങ്ങനെ ഇപ്പോൾ നമുക്ക് ഒരു വലതുപക്ഷ ചിന്താഗതിയുടെയും വലതുപക്ഷവൽക്കരണത്തിൻ്റെയും ഭാഗമായിട്ട് ഇതിനെ ഒഴിവാക്കുക, ഇത് പൂർണ്ണമായിട്ടും CJP ഇടത് സംഘടനകളിലൊക്കെ വർക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കുക എന്നൊക്കെ വളരെ ഒരു തോട്ട് ഔട്ട് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിനകത്ത് പ്രതിഫലിക്കുന്നത് അവർക്ക് ഇക്കാര്യങ്ങളിലൊക്കെയുള്ളൊരു നെഗ്ലിജൻസാണ്. ഒന്നാമതായിട്ട് വിജയ് എന്ന് പറയുന്നത്, വിജയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാൾ മുഖ്യമന്ത്രിയായി ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രിയായി ഇരിക്കുകയും അതേസമയം ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അന്തരീക്ഷമാക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കുന്ന ഓരോ തരത്തിലുള്ള ഒരു വളരെ എന്താ പറയുക, ഒട്ടും രാഷ്ട്രീയമായി എങ്ങോട്ടും തിരിയാത്ത തരത്തിലുള്ള ചില നടപടികളിലേക്ക് അങ്ങ് നീങ്ങുക എന്നുള്ളതാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കോളേജിലെ വിദ്യാഭ്യാസം, കോളേജുകളിലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ പരമാവധി നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവ് വന്നത് എന്നുള്ളതാണ്. അതിൽ യഥാർത്ഥത്തിൽ CJPയും ലെഫ്റ്റും ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് CJPയുടെ പരിപാടികളോട് ഈ ദേശീയ തലത്തിൽ നടന്ന BJP സർക്കാരിൻ്റെ ഈ വിദ്യാഭ്യാസ നടപടികളോടുള്ള CJPയുടെ എതിർപ്പിനെ വിജയ് എതിർക്കുന്നുവെന്നോ, അല്ലെങ്കിൽ ഇടതു പാർട്ടി അവരെ പിന്തുണയ്ക്കുന്ന കക്ഷികളാണല്ലോ ഇടതു കക്ഷികൾ. അപ്പോൾ ഇടതു കക്ഷികളുടെ സംഘടനകളിൽ ഇത് പ്രവർത്തിക്കുന്നതിന് അവർ സമ്പൂർണ്ണമായി വിജയ് സർക്കാർ എതിരായിട്ടൊരു തീരുമാനം അടിച്ചേൽപ്പിക്കാൻ പോകുന്നു എന്നോ അല്ല. അത് പിൻവലിക്കുകയും ചെയ്തല്ലോ, പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചിട്ടുമുണ്ട്. ഞാൻ പറയുന്നത് അതൊക്കെ ഇവരുടെ ഒരു എന്താ പറയുക, ഇത്തരമൊരു സർക്കാരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു വിവിധ തരത്തിലുള്ള വകുപ്പുകളുടെ അവരുടെ അതിൽ തന്നെ ഒട്ടും തന്നെ ഒരു പൊളിറ്റിക്കൽ വിഷൻ ഇല്ലാത്ത ആളുകളുടെ ഒക്കെ കൂട്ടായ്മയാണ് വിജയ് സർക്കാർ എന്നുള്ളത് നമ്മൾ ഒരർത്ഥത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാകാം ഇത്. അങ്ങനെ കാണാനാണ് ഞാൻ തൽക്കാലം വിചാരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അതിനുപരിയായിട്ട് പക്ഷേ ഒരു BJP അനുകൂല അന്തരീക്ഷം തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചെടുത്ത അത് അങ്ങോട്ടേക്ക് മാറാനുള്ള വിജയ് TVKയുടെ പരിപാടി എന്ന നിലയിലൊക്കെ അതിനെ കാണണം കുറച്ചുകൂടി സമയം വേണം. പക്ഷേ ഇതിൽ വേറൊരു കാര്യം അടങ്ങിയിട്ടുണ്ട് നൗഫൽ. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഇതടക്കമുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് കോൺഗ്രസ് ആലോചിക്കേണ്ട, കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ നമ്മൾ ദേശീയ തലത്തിൽ ഇപ്പോൾ BJPക്ക് പ്രതിപക്ഷമായി നമ്മൾ കാണുന്ന ഒരു മുന്നണിയുടെ ലീഡിങ് പാർട്ടിയായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് കൂടി ഇവിടെ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വിജയ് സർക്കാർ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് ഒന്ന് വിലയിരുത്തപ്പെടേണ്ട ഒരു സമയം കൂടിയാണ്. കോൺഗ്രസ് പുനരാലോചിക്കേണ്ട വിഷയം കൂടി അതിനകത്തുണ്ട് എന്നുള്ളത്. ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളത് ഞാൻ പറയില്ല. പക്ഷേ DMKയുമായി കോൺഗ്രസ് കൈക്കൊണ്ട ഒരു വളരെ അബ്രപ്റ്റായിട്ട് അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത് എത്ര കണ്ട് ദേശീയ തരത്തിലുള്ള അത്തരം മൂവ്മെൻറ്റിനെ സഹായിക്കുന്നതായിരുന്നു എന്നത് വീണ്ടും ഇപ്പോൾ ആലോചന വിധേയമാക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ DMK പോലുള്ള ഒരു പാർട്ടി ഒരു കാരണവശാലും കൈക്കൊള്ളാത്ത സമീപനങ്ങൾ വിജയ് സർക്കാരിൽ നിന്നുണ്ടാവുന്നുണ്ട്. DMK ഒരു കാരണവശാലും എന്താ പറയുക, നമ്മൾ ദേശീയ തലത്തിൽ നമ്മുടെ ഒരു പ്രതിപക്ഷ ഐക്യത്തെ പാടെ തകർക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുമെന്ന് കരുതാൻ വയ്യ. അത് നമ്മൾ കാരണം വെച്ചാൽ അവരുടെ തന്നെ ഒരു ട്രഡീഷനും ഒക്കെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് വെച്ച് ഒരിക്കലും അവർ അങ്ങനെ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹിന്ദി അടിച്ചേൽപ്പിക്കൽ പ്രോജക്റ്റുള്ള ഒരു BJPയെ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്ന നിലപാടിലേക്ക് DMK പോയില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുപോലെയുള്ള അത് വിദ്യാഭ്യാസ രംഗത്താവട്ടെ, ഇപ്പം നീറ്റ് അടിച്ചേൽപ്പിച്ച ഘട്ടത്തിൽ അവരെടുത്തിട്ടുള്ള നിലപാട്, അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ വളരെ പ്രകടമായിരുന്നു, വളരെ വിശ്വാസ്യതയുള്ളതായിരുന്നു DMKയുടെ ആ തരത്തിലുള്ള നിലപാടുകൾ. അത് അവരിപ്പോൾ മാറ്റിയിട്ടില്ല, അവർ തുടരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ആ ഒരു നിലപാടുകളുടെയൊക്കെ ഒരു പിന്തുണ എല്ലാ കാലത്തും പ്രതിപക്ഷത്തിന് ഇന്ത്യയിൽ ആവശ്യമാണ്. സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇതൊരു പ്രത്യേക മേഖലയിൽ വളരുന്ന അത്തരത്തിലുള്ള ആ ഒരു രാഷ്ട്രീയ ബോധത്തെ
കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ DMK വളർത്തിക്കൊണ്ടുവന്ന ആ ബോധം ആവശ്യമാണെന്ന് ഞാൻ പറയും. അതിനെ പാടെ തള്ളിക്കളഞ്ഞ കോൺഗ്രസ് ഒറ്റയടിക്ക് അതിൽ നിന്ന് പിന്നെ എന്താ പറയുക, വെട്ടൊന്ന് തുടരണ്ട് എന്ന രീതിയിൽ അതിൽ നിന്ന് മാറിക്കളഞ്ഞത് എത്ര കണ്ട് വലിയ നഷ്ടമായിരിക്കുമെന്ന് കോൺഗ്രസിന് ബോധ്യപ്പെടാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് വിജയ് സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ആ മട്ടിലൊരു എന്താ പറയുക, ദേശീയ തലത്തിൽ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഫോഴ്സിനെ തമിഴ്നാട്ടിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല. അതാണ് അതിന് ഒരു കാരണവശാലും ദേശീയ തലത്തിൽ BJPക്കെതിരെ ഉയരുന്ന ഒരു പ്രതിപക്ഷ ഐക്യത്തിന് ഒരു വലിയ കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സംഗതി ഇവിടുന്ന് വളരില്ല. അത് കഴിയുന്നത് DMKക്ക് തന്നെയായിരുന്നു. അത് നിലനിർത്തേണ്ടതായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇടതുപക്ഷം ആവട്ടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആവട്ടെ, എങ്ങനെയാണ് DMKയുമായിട്ടുള്ള ബന്ധത്തെ അവർ പിന്നെ ബന്ധത്തോട് അവർ വിട പറഞ്ഞതും TVKയെ സപ്പോർട്ട് ചെയ്യാൻ നിന്നതും അതിനൊരു മൊഡാലിറ്റി ഉണ്ടായിരുന്നു അവർക്ക്. അതനുസരിച്ചാണ് എന്താ പറയുക, ഒരു നയതന്ത്ര നീക്കത്തിലൂടെയാണ് അവരത് ചെയ്തത്. കോൺഗ്രസ് അങ്ങനെയായിരുന്നില്ല. അത് തീർത്തും വിച്ഛേദിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോയി. അത് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വിധേയമാകുന്നൊരു കാര്യമാണല്ലോ. ഇടത് കക്ഷികൾ വളരെ ശക്തമായി തന്നെ അതിനെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ എനിവേ അത് കോൺഗ്രസ് ആലോചിക്കേണ്ടതാണ്. തമിഴ്നാട് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത്, നമ്മുടെ തമിഴ്നാട്ടിലെ ആ രാഷ്ട്രീയ വികാരം, ദേശീയ തലത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കേണ്ട ആ ഷെയർ, ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന BJP പൊളിറ്റിക്സിന് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടേണ്ട ഷെയർ നഷ്ടപ്പെട്ടുകൂടാ എന്ന് കോൺഗ്രസ് ചിന്തിക്കേണ്ടതാണ്. അതെപ്പോഴും അതിനാവശ്യമായിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നതാണ്. വിജയ് സർക്കാർ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നതൊന്നും അത് പ്രതിഷേധം വന്ന ഉടനെ പിൻവലിച്ചു എന്നുള്ളതുകൊണ്ട് അതിനി നിലനിൽക്കുന്നതുമല്ല. പക്ഷേ ഇങ്ങനെയുള്ളത് ഇനിയും വരാം. അതാണ് അതിൻ്റെ സാധ്യത. ജിമ്മി, ഒരുപാട് സമര പോരാട്ടങ്ങളിലൂടെ ഒന്നും വന്ന പാർട്ടിയല്ല TVK. അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാര്യമായി ഒന്നും നടത്തിയിട്ടില്ല. നേരെ ഒരു അധികാരത്തിൽ വരികയും അങ്ങനെ സർക്കാരിനെ നയിക്കുകയുമൊക്കെയാണ് വിജയും കൂട്ടരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പം ഈ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ ഒരു നിലപാടെടുക്കാനൊക്കെ വലിയ പ്രയാസപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇടത് കക്ഷികൾ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ കൂടിയാണ്. അവിടെയാണ് ഇടത് പാർട്ടികളുടെ സമരത്തിൽ പങ്കെടുക്കുന്നവരെ വിലക്കിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത്. ഇത് പുതിയ കാലം, പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. ജന്തർ മന്ദറിലെ കോക്രോച്ച് പാർട്ടിയുടെ വലിയ പ്രതിഷേധം, അത് ജയിച്ചത് മാത്രമല്ല വിഷയം. അതിനുശേഷം അവർ പ്രഖ്യാപിച്ച രണ്ടാമത്തെ സമരമുണ്ട്, സ്കൂൾ ടീ കരോ ക്യാമ്പയിനാണ്. ഇത് ഇന്ത്യ മുഴുവൻ ഒരു വലിയ ക്യാമ്പയിനായി വരുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പുതിയ കാലത്തെ സമര രീതിയെ ഇന്ത്യയിലെ എല്ലാ സർക്കാരുകളും പേടിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. എന്ത് രാഷ്ട്രീയമാണെന്നോ അങ്ങനെയൊന്നുമല്ല. കോക്രോച്ച് ജനതാ പാർട്ടിയും അതുപോലെ തന്നെ SFI മുതലായ സംഘടനകളും ചേർന്നാണ് ജന്തർ മന്ദറിൽ ഈ സമരം നടത്തിയെങ്കിൽ ഈ സംഘം തന്നെയാണ് സ്കൂളുകൾ നന്നാക്കുമെന്ന് പറഞ്ഞ് ഗ്രാമങ്ങളിലേക്കും അവരുടെ വീടുകൾക്കടുത്തുള്ള വിദ്യാലയങ്ങളിലേക്കും മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ മൂവ്മെൻറ്റായി എങ്ങാനും പോയാൽ എന്ത് ചെയ്യും? തമിഴ്നാട്ടിലൊരു 10 സ്കൂളിൽ ഇത് നന്നാക്കണമെന്ന് പറഞ്ഞ് ഒരു സമരം തുടങ്ങിയാൽ എന്ത് ചെയ്യും? മിണ്ടാൻ പറ്റുമോ? ജാർഖണ്ഡിൽ കോൺഗ്രസ് പെട്ട ഒരു അവസ്ഥയുണ്ട്. ജന്തർ മന്ദറിൽ അവർക്ക് വേണ്ടിയിട്ട് ബഹളം വെച്ചു. അതിനുശേഷം ഇവിടെ വിദ്യാർത്ഥികൾ സമരം നടത്തുമ്പോൾ കോൺഗ്രസ് പെട്ടുപോയി. അവസാനം രാഹുൽ ഗാന്ധിക്ക് ഇടപെടേണ്ടി വന്നു. രാഹുൽ ഗാന്ധി ഒരു കത്ത് അയക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി കത്തയച്ചു. അന്ന് വൈകുന്നേരം ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അപ്പോൾ പുതിയ ചെറുപ്പക്കാരുടെ ഈ വലിയ സമരത്തെ വളരെ ഭയപ്പാടോടുകൂടിയാണ് ഇന്ത്യയിലെ എല്ലാ സർക്കാരുകളും, അതിപ്പോൾ കേരളത്തിലെ VD സതീശൻ സർക്കാരായാലും ഗുജറാത്തിലെ BJP സർക്കാരായാലും തമിഴ്നാട്ടിലെ ഇയാളുടെ TVKയുടെ സർക്കാരായാലും എല്ലാം ഈ പ്രശ്നമുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്രട്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഭയമാണ് ഇവരുടെ കാര്യം. അപ്പോൾ ഇവന്മാർ വരുന്നുണ്ട്. ഈ ഓർഡർ ഇറങ്ങുന്നത് ഓഗസ്റ്റ് 17-ാം തീയതിയാണ്. ഈ ക്യാമ്പയിൻ തുടങ്ങിയതിൻ്റെ അടുത്ത ദിവസമാണ്. അവർ വരുന്നുണ്ട്. ഒറ്റ ഒരുത്തനെ പ്രോത്സാഹിപ്പിച്ചേക്കരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതെങ്ങാനും കൈവിട്ട് പോയാൽ എന്ത് ചെയ്യും? ഇന്ത്യ മുഴുവൻ ജന്തർ മന്ദർ മാതൃകയിലുള്ള സമരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ കോതമംഗലത്തെ കോളേജ് മാറത്തനേഷ്യസ് MA കോളേജ്, മാറത്തനേഷ്യസ് MA കോളേജ് അല്ലേ? മാറത്തനേഷ്യസ് കോളേജിലെ പിള്ളേരുടെ സമരത്തിലെ മുദ്രാവാക്യം എന്താ? യു ഫക്ക് വിത്ത് ദ റോങ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ജന്തർ മന്ദറിലെ അതേ പ്ലക്കാർഡും പിടിച്ചുകൊണ്ടാണ് പിള്ളേർ നിൽക്കുന്നത്. 3 ദിവസം കൊണ്ട് സമരം വിജയിച്ചു. ഒരു പ്രൈവറ്റ് കോളേജിൽ വിദ്യാർത്ഥികളുടെ ഒരു സമരം ഇത്ര ഫാസ്റ്റായിട്ട് ജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ജന്തർ മന്ദറിൽ നിന്ന് അവർ കിട്ടിയൊരു പുതിയൊരു ആവേശമുണ്ട്. എല്ലായിടത്തും അവരുടെ തേരോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുഴുവൻ. അല്ലെങ്കിൽ അതിനുള്ള പശ്ചാത്തലമാണ് പുറകെ നടക്കുന്നത്. എല്ലാ ചെറുപ്പക്കാർക്ക് മുഴുവൻ, വിദ്യാർത്ഥികൾക്ക് മുഴുവൻ, അതും 15-14 വയസ്സ് മുതലുള്ള കുട്ടികളാണെന്ന് ആലോചിക്കണം. അവർക്കെല്ലാവർക്കും സിസ്റ്റത്തെ എതിർക്കാനും സിസ്റ്റത്തെ മറച്ചിടാനുള്ളൊരു വലിയ ത്വരയുണ്ട്. ഈ ഭയമാണ് തമിഴ്നാട്ടിലെ സർക്കാർ, അവരുടെ ചീഫ് സെക്രട്ടറി സായികുമാറാണ് ഈ ഓർഡർ ഇറക്കിയത്. വിജയ് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. അത് ചിലപ്പം ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ വിഷയം ഇതാണ്,
കുട്ടികളുടെ സമരം, പുതിയ ചെറുപ്പക്കാരുടെ സമരം ഭയങ്കരമായ പേടിയോട് കൂടിയാണ് കാണുന്നത്. അവിടെയാണ് പ്രശ്നം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നറേറ്റീവ്, അതായത് അത് പ്രധാനപ്പെട്ട ഭരണപക്ഷ പാർട്ടി മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളും ഭയപ്പെടുന്നത് അപ്പൊളിറ്റിക്കലായ സമരം. ഇപ്പോൾ ജാർഖണ്ഡിലെ സമരം നടക്കുമ്പോൾ 2 സമരപന്തലാണ് അവിടെ. രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ വരുന്ന ABVP വരുന്ന ഒരു സമരപന്തൽ ഒന്ന് ഇതുമായി ഒരു രാഷ്ട്രീയക്കാരനെ അടുപ്പിക്കാതെയുള്ള സമരം തൊട്ടപ്പുറത്ത്, അവിടെയാണ് ആൾ കൂടുതൽ. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വ്യവസ്ഥാപിത പാർട്ടികളെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ മൂവ്മെൻറ്റ് ഇന്ത്യ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും പേടിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇത്. തമിഴ്നാട്ടിൽ ഒരു ഓർഡർ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനൊരു ഓർഡർ ഇറക്കുന്നതിനെ കുറിച്ച് ഈ ഓർഡർ ഇറക്കിയ പിള്ളേർ വരാതിരിക്കുമോ? അല്ല, ഒരു ശ്രമമാണ്. വിജയ് അറിഞ്ഞുകൊണ്ടല്ല, അതുകൊണ്ടാണ് വിജയൊന്നും അറിഞ്ഞുകൊണ്ടല്ല. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ബുദ്ധിയിൽ അവിടുത്തെ ചീഫ് സെക്രട്ടറിക്ക് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കണമെന്ന് തോന്നിയപ്പോൾ ഒരു ശ്രമം നടത്തി നോക്കി എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയാൻ ശ്രമിച്ചത് എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാനം ഭരിക്കുന്നവർ ഇങ്ങനെ എങ്ങാനും നീക്കം നമ്മളായിരിക്കുമോ അടുത്തത് എന്ന ഒരു പേടി. മോദി വീണു, ജാർഖണ്ഡിൽ ഷിബു സോറൻ വീണു, ഇനി അടുത്തത് എവിടെ ആയിരിക്കും എന്ന ഭയത്തിൻ്റെ ഒരു ഉൾക്കിടിലം ഇന്ത്യയിലെ എല്ലാ ഭരണകർത്താക്കൾക്കും ഉണ്ട്. അതാണ് ഇതിൻ്റെ മർമ്മം.